നമസ്കാരം. നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ ADJ അഥവാ ACD എന്ന പേരിൽ അധിക തുക ഈടാക്കുന്നത് നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വൈദ്യുതിയുടെ ഈ വീഡിയോയിലൂടെ എന്താണ് ഈ അധിക തുകയായ അഡീഷണൽ കോസ്റ്റ് ഡെപ്പോസിറ്റ് അഥവാ ACD എന്ന് നമുക്ക് നോക്കാം. 2014 കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് സെക്ഷൻ 67 5(6) വകുപ്പുകൾ പ്രകാരം വൈദ്യുതി വിതരണ യൂട്ടിലിറ്റി അതായത് KSEB എല്ലാ ഉപഭോക്താക്കളിൽ നിന്നും ഒരു നിശ്ചിത തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂക്ഷിക്കാറുണ്ട്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ കണക്ഷൻ എടുക്കുമ്പോൾ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ തുക കണക്കാക്കുന്നത് കണക്ടർ ലോഡും ലോഡ് ഫാക്ടറും അതുപോലെ തന്നെ കണക്ഷൻ എടുത്തിരിക്കുന്ന ടാരിഫും അനുസരിച്ചായിരിക്കും. ഈ തുക എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ബില്ലിൽ എസ് ഡെപ്പോസിറ്റ് എന്ന് കാണിച്ചിട്ടുണ്ടാകും. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓരോ സാമ്പത്തിക വർഷവും അപ്ഡേറ്റ് ആകാറുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ നമ്മളെ എനർജി കൺസംപ്ഷൻ അനുസരിച്ചിരിക്കും സെക്യൂരിറ്റി ഡെപ്പോസിറ്റിലേക്ക് അഡീഷണൽ ക്യാഷ് ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത്. ഇതിനെയാണ് അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓരോ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ക്വാർട്ടറിലാണ് ACD കണക്കാക്കുന്നത്. ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ആവറേജ് കൺസംപ്ഷനും ഇപ്പോഴത്തെ ടാരിഫ് റേറ്റ് കണക്കിലെടുത്താണ് ACD നിശ്ചയിക്കുന്നത്. ദ്വൈമാസ ബില്ല് ലഭിക്കുന്നവർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ആവറേജ് കൺസംപ്ഷന്റെ 3 മടങ്ങാണ് ACD ആയി കണക്കാക്കുന്നത്. ഇത് മന്ത്ലി ബില്ല് ലഭിക്കുന്നവർക്ക് ഇരട്ടിയായിരിക്കും. ഇനി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ആവറേജ് കൺസംപ്ഷൻ മുമ്പത്തേക്കാൾ കുറവാണെങ്കിൽ ഈ വ്യത്യാസം ഇപ്പോഴത്തെ ടാരിഫ് റേറ്റ് വെച്ച് ACDയിൽ കുറവാകുന്നതാണ്. ഇതുകൂടാതെ ഈ ഡെപ്പോസിറ്റിന് 6.75 എന്ന പലിശ നിരക്കിൽ ഓരോ സാമ്പത്തിക വർഷവും KSEB നമുക്ക് തിരികെ നൽകാറുണ്ട്. ഈ പലിശ നിരക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഈ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.